പോസ്റ്റ് പോസിറ്റിവിസം ആണ് അടുത്തൊരു കോൺസെപ്റ്റ്. നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവം പോലെ തോന്നും, പക്ഷെ അത്രയൊന്നും ടെൻഷൻ അടിക്കാനില്ല. എന്നിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാക്കുകൾ എന്ന് പറയുന്നത് എപ്പിസ്റ്റമോളജി, ഓണ്ടോളജി എന്നുള്ള വാക്കുകളാണ്. എപ്പിസ്റ്റമോളജി എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിനെ എവിടെ നിന്നാണ് ഇതിന്റെ ഒറിജിൻ, ഇതിന്റെ നേച്ചർ എന്താണ്, ഇത് നമ്മൾ ഈ ഒരു നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടി എന്ത് മെത്തേഡ്സ് ആണ് ചൂസ് ചെയ്യുക, ഓർ ഹൗ ഡു വി ഗോണ അപ്രോച്ച് ദ ഒറിജിൻ ഓഫ് ദിസ് റിസർച്ച്, ദ സ്റ്റഡി ഓഫ് നോളജ്. രണ്ട് തരത്തിലാണ് പൊതുവെ എപ്പിസ്റ്റമോളജിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അക്വയറിംഗ് ദ നോളജ്, രണ്ട് തരത്തിൽ നമുക്ക് നോളജ് അക്വയർ ചെയ്യാം എന്നാണ് പറയുന്നത്. ഒന്ന് റാഷണലിസം, അടുത്തതെന്ന് പറയുന്നത് എംപിറിസിസം. റാഷണലിസം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ ആളുകളെ കുറിച്ചൊക്കെ പറയും, അയാൾ ഭയങ്കര റാഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ആളാണെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എപ്പോഴും എവിഡൻസ് വേണം, വളരെ ലോജിക്കായിട്ട് ഭയങ്കര റീസണിങ്ങോട് കൂടി മാത്രം നോളജിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റാഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എപ്പോഴും എന്താണ്, അവർ എന്തൊരു കാര്യവും എക്സ്പീരിമെന്റ് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനെ കുറിച്ച് ഒരു ഒപ്പീനിയൻ പറയുന്നതിന് മുൻപ് അതെപ്പോഴും ഒരു അതിനെക്കുറിച്ച് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു നോളജ് ഉണ്ടോ, അതിനൊരു ലോജിക് ഉണ്ടോ, അത് ഒരു റീസണിങ്, നമുക്കൊരു ഒരു തിയറി ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതിനകത്ത് നിന്ന് നമുക്ക് റീസൺ ചെയ്തെടുക്കാൻ പറ്റുമോ, ലോജിക്കൽ കൺക്ലൂഷൻ ഡ്രോ ചെയ്തെടുക്കാൻ പറ്റുമോ. ദിസ് ഇസ് വാട്ട് ഈസ് കോൾഡ് റാഷണലിസം. യു ആർ അക്വയറിംഗ് നോളജ് ബേസ്ഡ് ഓൺ ലോജിക് ആൻഡ് റീസൺ. ദാറ്റ് ഈസ് കോൾഡ് റാഷണലിസം. എംപിറിസിസം എന്ന് പറയുന്നത് നമ്മൾക്ക് ടച്ച് ചെയ്ത് നമ്മളുടെ സെൻസസ് യൂസ് ചെയ്ത് നമുക്ക് റോ ആയിട്ട് നമുക്കത്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഫോട്ടോസിന്തസിസ്, നമുക്ക് ഒബിയസ്ലി ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റെയിൻബോ, ദാറ്റ് ഇസ് എ ഫിസിക്കൽ സയൻസ് ആണ്, അത് നമുക്ക് കാണാൻ പറ്റും. റെയിൻ അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ സൺ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ സെൻസസ് കൊണ്ട് ഒരു എല്ലാ നോളജിനും ഒരു സെൻസേഷണൽ എക്സ്പീരിയൻസ്, സെൻസിങ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നാണ് എംപിറിസിസം ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തൊരു ഡാറ്റ, റോ ഡാറ്റ എടുത്താലും അത് ചുമ്മാ എടുത്ത് റിസർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അതിന് റിസർച്ചബിൾ അല്ല. ഏതൊരു നോളജും ബാക്കിൽ എന്തുണ്ടാകണം, ഒരു ഒരു സെൻസിങ് എക്സ്പീരിയൻസ്, ഒരു റോ എവിഡൻസ് പ്രൂഫ്ഡ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ ഉണ്ടാവണം എന്നാണ് എംപിറിസിസം പറയുന്നത്. വളരെ പ്രൂഫിനെ ബേസ് ചെയ്ത്, എവിഡൻസിനെ ബേസ് ചെയ്ത് മാത്രം നമുക്ക് നോളജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എംപിറിസിസം പറയുന്നത്. ഇതിന്റെ രണ്ടിന്റെയും ബേസിസിലാണ്, എംപിറിസിസത്തിന്റെ ബേസിസിലാണ് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് റീസണിങ് പറയും, ഡിഡക്റ്റീവ് റീസണിങ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ്. അതെന്താണെന്ന് അടുത്ത സ്ലൈഡുകളിൽ നമുക്ക് നോക്കാം. അടുത്തത് പോസിറ്റിവിസം എന്താണെന്ന് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ്. ഒന്ന്, സയൻസ് എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും ഒരു കോസ് എഫക്ട് റിലേഷൻഷിപ്പിനെ ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. അതേപോലെ തന്നെ റിസർച്ചർ ഒരു ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്ത് അത് പ്രൂവ് ചെയ്ത്, ഒന്നെങ്കിൽ പ്രൂവ് ചെയ്യുക അല്ല ഡിസപ്രൂവ് ചെയ്യുക, അതിന് പല മെത്തേഡ്സ് യൂസ് ചെയ്യാം. സോ സയൻസ് ഇസ് മെക്കാനിസ്റ്റിക്. കറക്റ്റ് ആയിട്ട് ഒരു മെത്തേഡിലൂടെ നമുക്കത് എന്താ പറയുന്നത്, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് ഒരു ലാബുകളിൽ ടെസ്റ്റ് ചെയ്യുന്നത് പോലെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. സയൻസിനകത്ത് കൃത്യമായിട്ട് ഒരു സാമ്പിളും അതിന്റെ എടുക്കുന്ന ക്രൈറ്റീരിയ, മെഷർമെന്റ്സ്, അനാലിസിസ്, ഇതിനെല്ലാം കൃത്യമായിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. അത് നമ്മുടെ ഹൈപ്പോത്തിസിസ് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. സയൻസ് ഓൾവേസ് ഡീൽസ് വിത്ത് എംപിറിസിസം. എവിഡൻസ് ഇല്ലാതെ, ഒബ്ജക്റ്റീവ് മെഷർ ചെയ്യാൻ പറ്റുന്ന എവിഡൻസ് ബേസ് ചെയ്ത് അങ്ങനെ അല്ലാതെ ഒരിക്കലും സയൻസ് വേറൊരു തരത്തിലും ഡീൽ ചെയ്യത്തില്ല. സയൻസ് ഓൾവേസ് ഡീൽസ് വിത്ത് എംപിറിസിസം. ഈ കാര്യങ്ങളാണ് പോസിറ്റിവിസത്തിൽ പറയുന്നത്. അപ്പൊ നമുക്ക് പോസിറ്റിവിസത്തിന് ഈ നേച്ചർ വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് പോസിറ്റിവിസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പക്ഷെ ഡ്രോബാക്ക് ഉണ്ട് പോസിറ്റിവിസത്തിന്. എന്തായിരിക്കും ഡ്രോബാക്കിന്റെ പോസിറ്റിവിസത്തിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്? ഇപ്പൊ ഹ്യൂമൻ ഒരു കാര്യത്തെ കുറിച്ച്, ഇപ്പൊ സൂര്യൻ ഉദിച്ചു വരുന്നു, ഒരു 10 മനുഷ്യരുടെ അടുത്ത് നിങ്ങൾ സൂര്യൻ ഉദിച്ചു വരുന്ന സൂര്യോദയത്തെ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ 10 പേരും 10 തരത്തിലായിരിക്കും അവരുടെ എക്സ്പീരിയൻസിനെ ഡിസ്ക്രൈബ് ചെയ്യുക. അത് അവരുടെ ഓരോരുത്തരുടെയും വ്യൂ പോയിന്റിന്റെ അനുസരിച്ച് ആ എക്സ്പീരിയൻസ് ഡിഫർ ചെയ്യും. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു സോഷ്യൽ വേൾഡിൽ ഒരു റിസർച്ച് നടത്തുമ്പോൾ, ഒരു സോഷ്യൽ ഫിനോമിന, ഒരു സോഷ്യൽ ഇവന്റ്, ഒരു സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ പോസിറ്റിവിസം പറയുന്ന പോലെ നമുക്കെല്ലാം ജനറലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും, ഒരേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോസ് എഫക്ട് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ഇപ്പൊ പോസിറ്റിവിസത്തിൽ ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. വൈറ്റ് ഓർ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു
ഒരു അപ്രോച്ചാണ് പോസിറ്റിവിസത്തിന്. ഒന്നെങ്കിൽ ശരിയായിരിക്കും അല്ലെങ്കിൽ തെറ്റായിരിക്കും, ഒന്നെങ്കിൽ എസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും, ഒന്നെങ്കിൽ റൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ റോങ് ആയിരിക്കും. ഇങ്ങനെ ഒരു കോയിന്റെ അപ്പുറം ഇപ്പുറം മാത്രമാണ് പോസിറ്റിവിസം സംസാരിക്കുന്നത്. പക്ഷെ അതേസമയം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സോഷ്യൽ വേൾഡിൽ എല്ലാ റിസർച്ചും ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് പോസ്റ്റ് പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു പാരഡൈം അല്ലെങ്കിൽ ഒരു വേൾഡ് വ്യൂ അല്ലെങ്കിൽ ഒരു അപ്രോച്ച് റിസർച്ചിലേക്ക് വരുന്നത്. അതായത് എല്ലാം നമുക്ക് ജനറലൈസ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. കുറച്ചൊക്കെ നമുക്ക് സോഷ്യൽ വേൾഡിന്റെ കൺസ്ട്രക്റ്റീവ് റിയാലിറ്റിനെയും കൂടി ബേസ് ചെയ്തുകൊണ്ട് വേണം എന്താ പറയുക ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ചെയ്യാൻ. അപ്പൊ കുറച്ചു പേര് പറഞ്ഞു ചിലതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയാനേ പറ്റില്ല, കംപ്ലീറ്റ്ലി അവരുടെ തന്നെ കൺസ്ട്രക്റ്റീവ് റിയാലിറ്റിയാണ്. ഇപ്പം പ്രിസണിൽ നിന്ന് എന്താ പറയുക കുറ്റവാളികളായി കയറി അതിനുശേഷം അവർക്ക് പ്രൊബേഷൻ പീരീഡിലൂടെ കുറ്റവിമുക്തരായി ഇറങ്ങി അവര് ആ കൺവിക്റ്റ് അല്ല എന്ന് അവർ പ്രൂവ് ചെയ്തു. അപ്പൊ പ്രിസണിലുണ്ടായിരുന്ന ഒരു 10 പേരെ എടുത്തിട്ട് അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ എക്സ്പീരിയൻസ് ഗോയിങ് ത്രൂ ദിസ് ട്രയൽ പീരീഡ് എന്നൊക്കെ ചോദിക്കുമ്പോൾ 10 പേർക്കും 10 ഡിഫറെന്റ് റിയാലിറ്റിയാണ്. അപ്പൊ അവരുടെ രീതിയിലായിരിക്കും അവരുടെ വേൾഡിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഹ്യൂമൻ നേച്ചറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് എഗെയിൻ പോസിറ്റിവിസം എന്ന് പറയുന്നതിന്റെ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറും, കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന സൈഡിലേക്ക് മാറും. ഇനി ചില സമയത്തൊക്കെ നമുക്ക് സമൂഹത്തിലെ പ്രശ്നങ്ങളെ വളരെ റിയലിസ്റ്റിക് ആയിട്ടും എംപിരിക്കൽ ആയിട്ടും എന്താ പറയുക റിലേറ്റീവ് റാഷണൽ ആയിട്ടും ഒക്കെ അഡ്രസ് ചെയ്യേണ്ടി വരും. പെട്ടെന്ന് തന്നെ ആ പ്രശ്നങ്ങൾക്ക് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തണം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾക്കൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ അതിനെ ട്രാൻസ്ഫോർമേറ്റീവ് അല്ലെങ്കിൽ ഇമാൻസിപ്പേറ്ററി പാരഡൈം എന്ന് പറയുന്ന ഒരു വേൾഡ് വ്യൂവിന്റെ ബേസിസിലാണ് ചെയ്യുക. ഇനി അടുത്തത് പറയുന്നത് പോസ്റ്റ് കൊളോണിയൽ ഒരു ഇൻഡിജീനിയസ് റിസർച്ച് പാരഡൈം എന്ന് പറയുന്നത് നമ്മളുടെ മുൻ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പല റിസർച്ചിന്റെ തിങ്കിങ്ങും അല്ലെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനും ഒക്കെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് മാറ്റങ്ങൾക്ക്, അതായത് കാലഘട്ടത്തിനനുസരിച്ച് സിവിലൈസേഷൻസ് മാറുന്നതനുസരിച്ച് ടെക്നോളജി വർദ്ധിക്കുന്നതനുസരിച്ച് റിസർച്ചിന്റെ ബോഡി ഓഫ് നോളജിൽ ഒരുപാട് ഡിഫറൻസുകൾ വന്നുകൊണ്ടിരുന്നു. പലതരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് സംഭവിച്ചുകൊണ്ടിരുന്നു. സമൂഹത്തിൽ ഉണ്ടാവുന്ന പല ഓപ്പറേഷൻസിനെയും അതേപോലെ തന്നെ പലതരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങളെയൊക്കെ എന്താ പറയുന്ന പ്രതികരിക്കാൻ അതിനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു സോഷ്യൽ ചേഞ്ച് ട്രാൻസ്ഫോർമേറ്റീവ് ലെവലിലുള്ള സോഷ്യൽ പ്രോബ്ലത്തിന് ഒപ്രസീവ് പ്രോബ്ലത്തിന് റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ വേൾഡ് വ്യൂ പോസ്റ്റ് കൊളോണിയൽ ഓർ ഇൻഡിജീനിയസ് റിസർച്ച് പാരഡൈം എന്ന് പറയാം. പോസ്റ്റ് പോസിറ്റിവിസത്തിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ റിസർച്ച് പോസിറ്റിവിസത്തിന്റെ എല്ലാ അപ്രോച്ചും സോഷ്യൽ സയൻസിൽ ഫിറ്റ് ആവത്തില്ല. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, കുറെയൊക്കെ നമ്മള് ആളുകള് അവരുടെ റിയാലിറ്റീനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരേ കാര്യത്തിൽ തന്നെ ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടായിരിക്കും. അപ്പൊ അവരുടെ ബേസ്ഡ് ഓൺ അവരുടെ എക്സ്പീരിയൻസും ബിലീഫ്സിനും അനുസരിച്ച് അവർ പറയുന്ന അവരുടെ വേൾഡിന്റെ ഡിസ്ക്രിപ്ഷൻ മാറും. അതുകൊണ്ട് തന്നെ റിസർച്ചിൽ സബ്ജക്റ്റീവ് റിയാലിറ്റിയും ഒബ്ജക്റ്റീവ് റിയാലിറ്റിയും കൂടെ ഒന്നിച്ചു ചേർത്ത് റിസർച്ച് ചെയ്യണം എന്ന് പറയുന്നതാണ് പോസ്റ്റ് പോസിറ്റിവിസം. അഥവാ നമ്മുടെ മിക്സഡ് മെത്തേഡ് റിസർച്ച് ഒക്കെ പോസ്റ്റ് പോസിറ്റിവിസത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ്, കോറിലേഷൻ, എക്സ്പ്ലാനേറ്ററി, എക്സ്പ്ലോറേറ്ററി, എക്സ്പെരിമെന്റൽ, ഔട്ട്കത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഫണ്ടമെന്റൽ അപ്ലൈഡ്, ലോജിക്കിനെ ബേസ് ചെയ്ത് ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ്, പ്രോസസ്സിനെ ബേസ് ചെയ്ത് ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, നമ്മൾ എങ്ങനെ റിസർച്ചിനെ എൻക്വയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, സ്ട്രക്ചേർഡ് ഓർ അൺസ്ട്രക്ചേർഡ്, നമ്മുടെ റിസർച്ചിന്റെ ഐഡിയനെ ബേസ് ചെയ്ത് കൺസെപ്റ്റുവൽ ഒരു എംപിറിക്കൽ. സോ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമുക്ക് സിലബസിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കവർ ചെയ്യാം. ഫോർ ദ ടൈം ബീങ് റൈറ്റ് നൗ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു.